നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാനായിട്ട് നമ്മളൊരു 300 ഗ്രാം മീറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. ഒരു 3 കപ്പ് ബിരിയാണി അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ്. നമ്മുടെ കയ്യിലുള്ള ഏത് റൈസാണെന്ന് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് കഴുകി വൃത്തിയാക്കി കുറച്ച് നേരം ഒന്ന് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം കുതിരാനായിട്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമ്മൾ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഓയിൽ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഇറങ്ങി വരും. വെള്ളം ഒന്ന് വറ്റി മുരിഞ്ഞ് വരട്ടെ. ചെമ്മീനൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് മുരിയണ്ട, ഈ ഒരു ലെവലിൽ നമുക്ക് എടുത്താൽ മതി. നമ്മൾ ഫുള്ളായിട്ട് മാറ്റി എന്നിട്ട് നമുക്ക് തെളിഞ്ഞ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. രണ്ട് കഷ്ണം കറുകപ്പട്ട ഇട്ട് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, പിന്നെ നമ്മൾ പച്ചമുളക് ചതച്ചെടുത്തത് ക്രഷ് ചെയ്തെടുത്തതാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കാൻ നമ്മൾ 2 തക്കാളിയാണ് ചേർക്കുന്നത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെമ്മീനിൽ ഉപ്പിട്ടതാണ്, ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഫ്ലെയിം കുറച്ചിട്ടിട്ടൊന്ന് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഉടച്ചു കൊടുക്കാം തക്കാളി. മുളക് പൊടി ചേർക്കുന്നില്ല, ഞാൻ ലേശം കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിൻ്റെ മണം ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കണ്ട. ഗരം മസാല പൊടിയാണ്, നമ്മൾ വീട്ടിൽ പൊടിച്ചാണ്. വീട്ടിൽ പൊടിക്കുന്ന പൊടി നമ്മൾ കുറച്ച് ചേർത്താൽ മതിയാവും. ഇതിന് നല്ല മണമുള്ള പൊടിയാണ്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ലേശം ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി, ഇത്രയും മതി. ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബിരിയാണിക്കുള്ള ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്.